തുർക്കിയിലെ ഇസ്താംബൂളിൽ പ്രവാചകൻ മുഹമ്മദിന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നുണ്ടായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. കല്ലേറും മുദ്രാവാക്യം വിളികളുമായി നടന്ന ഈ പ്രതിഷേധങ്ങൾ പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ഉയർത്തുന്നു. ഇത്തരം ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ മതനിന്ദയാണോ? ജൂൺ 30-നാണ് ഇസ്താംബൂളിൽ ലെമാൻ എന്ന ഒരു സറ്റൈറിക്കൽ മാഗസിൻ പ്രവാചകൻ മുഹമ്മദിന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെതിരെ വൻ ജനക്കൂട്ടം തെരുവിലിറങ്ങുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തത്. പോലീസ് റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർ വാതകവും പ്രയോഗിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. ഈ സംഭവത്തെ തുടർന്ന് ലെമാൻ മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫ്, ഗ്രാഫിക് ഡിസൈനർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയറക്ടർ, കാർട്ടൂണിസ്റ്റ് എന്നിവരുൾപ്പെടെ 4 ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുർക്കി ആഭ്യന്തരമന്ത്രി അലി യെർലിക്കായ ഈ ചിത്രീകരണത്തെ ലജ്ജാകരമായ പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ നീതിന്യായ മന്ത്രി യിൽമാസ് തുഞ്ചും ഇതിനെ ശക്തമായി അപലപിച്ചു. ഒരു വിശ്വാസത്തിന്റെ പവിത്രമായ മൂല്യങ്ങളെ വൃത്തികെട്ട രീതിയിൽ തമാശയാക്കാൻ ഒരു സ്വാതന്ത്ര്യവും അവകാശം നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2015-ൽ ഫ്രാൻസിലെ ഷാർലി എബ്ദോ മാഗസിൻ പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ ഇതിനോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. അന്ന് 2 സായുധരായ തോക്കുധാരികൾ ഷാർലി ബെയ്ദോബയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്ന് 12 പേരെ കൊലപ്പെടുത്തിയിരുന്നു. തമാശയ്ക്കായാൽ പോലും പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്തിനാണ് മുസ്ലിങ്ങളിൽ ഇത്രയധികം ദേഷ്യവും പ്രതിഷേധങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. ലെമാൻ മാഗസിൻ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി കല്ലെറിഞ്ഞും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്താണ് ഇസ്താംബൂളിലെ ജനക്കൂട്ടം പ്രതികരിച്ചത്. ജൂൺ 26-നാണ് ലെമാൻ മാഗസിൻ വിവാദമായി മാറിയ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത്. പ്രവാചകൻ മുഹമ്മദിനെയും പ്രവാചകൻ മൂസയെയും ആകാശത്ത് വെച്ച് മിസൈൽ ആക്രമണത്തിനിടയിൽ അഭിവാദ്യം ചെയ്യുന്നതായി ചിത്രീകരിക്കുന്നതാണ് കാർട്ടൂണിന്റെ ഉള്ളടക്കം. കാർട്ടൂണിൽ 2 കഥാപാത്രങ്ങളും ബോംബാക്രമണത്തിനിടയിൽ സലാം അലൈക്കും ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയും മറ്റേയാൾ അലൈക്കും സലാം ഞാൻ മൂസ എന്ന് മറുപടി പറയുന്നതുമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കാർട്ടൂൺ പൊതുവായി മതപരമായ മൂല്യങ്ങളെ അപമാനിച്ചു എന്നാരോപിച്ച് മാഗസിന്റെ 4 ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലെമാനിലെ കാർട്ടൂൺ പ്രകോപനപരമാണെന്നും ഇത് ചെയ്യാൻ ധൈര്യം കാണിച്ചവർ നിയമത്തിന് മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്നുമാണ് തുർക്കി ആഭ്യന്തരമന്ത്രി അലി യെർലിക്കായ പ്രതികരിച്ചത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടോ സംസാര സ്വാതന്ത്ര്യം കൊണ്ടോ സംരക്ഷിക്കപ്പെടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുർക്കി പ്രസിഡൻസിയുടെ ആശയവിനിമയ വിഭാഗം തലവൻ ഫാഹ്ററ്റിൻ അൽത്തൂൺ CNN-നോട് പറഞ്ഞത് ഈ കാർട്ടൂൺ തങ്ങളുടെ വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കും നേരെയുള്ള ദുഷ്ടമായ ആക്രമണം എന്നാണ്. എന്നിരുന്നാലും പ്രതിവാര രാഷ്ട്രീയ സറ്റയർ മാഗസീനായ ലെമാൻ തങ്ങളുടെ കാർട്ടൂൺ ഇസ്ലാമിക പ്രവാചകന്റെ ചിത്രീകരണമല്ലെന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിച്ചു. മാഗസിന്റെ എഡിറ്റർ ട്യൂൺ കെ അഗ്ഡൂൺ AFPയോട് പറഞ്ഞത് ചിത്രം തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നുവെന്നും അത് പ്രവാചകൻ മുഹമ്മദിന്റെ ഒരു കാരിക്കേച്ചർ ആയിരുന്നില്ല എന്നുമാണ്. ഈ സൃഷ്ടിയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഒരു മുസ്ലിമിന്റെ പേര് മുഹമ്മദ് എന്ന് സങ്കല്പിച്ചതാണ്. ഇസ്ലാമിക ലോകത്ത് 200 ദശലക്ഷത്തിലധികം ആളുകൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊരു സാഹസികതയ്ക്ക് ഒരുങ്ങില്ലായിരുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഈ കാർട്ടൂൺ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മനഃപൂർവ്വം ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും മാഗസിൻ ന്യായീകരിച്ചു. കാർട്ടൂണിസ്റ്റ് ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഒരു മുസ്ലിമിനെ ചിത്രീകരിച്ച് മർദ്ദിതരായ മുസ്ലിം ജനതയുടെ നീതിയെ ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചു. മതപരമായ മൂല്യങ്ങളെ ചെറുതാക്കാൻ അദ്ദേഹം ഒരിക്കലും ഉദ്ദേശിച്ചില്ല. മാഗസീനിൽ വന്ന പ്രസ്താവന ഇങ്ങനെയായിരുന്നു. തുർക്കിയിലെ ഈ സംഭവം പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രീകരണങ്ങളോ കാരിക്കേച്ചറുകളോ പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും ഇടയാക്കിയ ആദ്യ സംഭവമല്ല. 2015 ജനുവരി 7-ന് ഫ്രാൻസിലെ ഷാർലി എബ്ദോ മാഗസീൻ ഓഫീസുകളിൽ സെയ്ദ് ഷെരീഫ് കൗച്ചി സഹോദരങ്ങൾ അതിക്രമിച്ചു കയറി 12 പേരെ കൊലപ്പെടുത്തിയ സംഭവമാണ് ഏറ്റവും നിർഭാഗ്യകരമായ ഒന്ന്. യാദൃച്ഛികമെന്ന് പറയട്ടെ, 2011 നവംബറിൽ ഷാർലി എബ്ദോയുടെ ഓഫീസുകൾക്ക് തീയിട്ടതും പ്രവാചകൻ മുഹമ്മദിനെ എഡിറ്റർ ഇൻ ചീഫായി ചിത്രീകരിച്ച 1 ലക്കം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നായിരുന്നു. മുൻ പേജിൽ ചിരിച്ചു മരിച്ചില്ലെങ്കിൽ 100 ചാട്ടവാറടി എന്ന് പറയുന്ന പ്രവാചകനെയാണ് അന്ന് ചിത്രീകരിച്ചിരുന്നത്. 2005 സെപ്റ്റംബറിൽ ഡാനിഷ് പത്രമായ ജില്ലാൻസ് പോസ്റ്റൺ പ്രവാചകൻ മുഹമ്മദിനെ ബോംബുള്ള ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന നിരവധി കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. 2007-ൽ ഒരു സ്വീഡിഷ് കലാകാരൻ പ്രവാചകൻ മുഹമ്മദിന്റെ തല ഒരു നായയുടെ ശരീരത്തിൽ വരച്ചതും വലിയ വാർത്തയായിരുന്നു. ഈ കാരിക്കേച്ചർ നിരവധി മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചു.
ഈ കലാകാരന് വധഭീഷണികൾ ഉണ്ടാവുകയും അൽ-ഖ്വയ്ദ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നവർക്ക് $1,00,000 പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. 2020 ഒക്ടോബറിൽ പാരീസിലെ ഒരു അധ്യാപകനായ സാമുവൽ പാറ്റി അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു പാഠത്തിൽ പ്രവാചകൻ മുഹമ്മദിന്റെ കാർട്ടൂണുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് തലയറുത്ത് കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ പ്രവാചകന്റെ കാരിക്കേച്ചറുകൾ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രീകരണം അപമാനകരമാണെന്നും മതനിന്ദയാണെന്നും നിരവധി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഖുർആൻ ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്? ഖുർആൻ അല്ലാഹുവിന്റെയോ പ്രവാചകൻ മുഹമ്മദിന്റെയോ ചിത്രങ്ങളെ പ്രത്യേകം വിലക്കുന്നില്ല. എന്നിരുന്നാലും ഖുർആനിലെ 42-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണ്, അവന് തുല്യനായി ഒന്നുമില്ല. ഇതിനെ മുസ്ലിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അല്ലാഹുവിനെ മനുഷ്യന്റെ കൈകളാൽ ഒരു ചിത്രത്തിൽ പകർത്താൻ കഴിയില്ല എന്നാണ്. കാരണം അവന്റെ സൗന്ദര്യവും മഹത്വവും അത്ര വലുതാണ്. അങ്ങനെയൊന്ന് ശ്രമിക്കുന്നത് അല്ലാഹുവിനോടുള്ള ഒരു നിന്ദയായിട്ടാണ് കാണുന്നത്. അതുപോലെ ഖുർആനിലെ 21-ാം അധ്യായം 52 മുതൽ 54 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കാം: ഇബ്രാഹിം തന്റെ പിതാവിനോടും ജനങ്ങളോടും പറഞ്ഞു, ഈ ചിത്രങ്ങൾ എന്താണ് നിങ്ങൾ ആരാധിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ അവയെ ആരാധിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും വ്യക്തമായ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ഇസ്ലാമിൽ നിരോധിച്ചിരിക്കുന്നു എന്ന മുസ്ലിം വിശ്വാസം ഉടലെടുക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് ഒരു ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണെന്നും അത്തരം കാർട്ടൂണുകളോ ചിത്രീകരണങ്ങളോ മതത്തിനെതിരായ ആക്രമണമായി കാണാമെന്നും നിരവധി ഇസ്ലാം പണ്ഡിതരും ചൂണ്ടിക്കാട്ടുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ പോളിസി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഡയറക്ടർ ഓഫ് റിസർച്ച് ദാലിയ മൊഹാഗഡ് വോക്സിനോട് പറഞ്ഞത്, മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെന്നും പവിത്രമായതിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മാനുഷിക ചോദനയാണെന്നുമാണ്. പ്രവാചകൻ മുഹമ്മദിന്റെ ചിത്രീകരണത്തെ US പതാക കത്തിക്കുന്നതിനോടും അവർ ഉപമിച്ചു. മിക്ക അമേരിക്കക്കാരും US പതാക കത്തിക്കുന്നത് തങ്ങളുടെ വ്യക്തിത്വത്തിനും രാജ്യത്തിനും നേരെയുള്ള ആക്രമണമായി കാണുന്ന പോലെയാണിതെന്നും അവർ പറഞ്ഞു. ഈ വിശകലനത്തോട് എഴുത്തുകാരനും പണ്ഡിതനുമായ റസ അസ്ലാനും യോജിക്കുന്നു. അമേരിക്കക്കാർ തങ്ങളുടെ ദേശീയ സ്വത്വത്തെ പവിത്രമായി കാണുന്നത് പോലെ മുസ്ലിങ്ങളും തങ്ങളുടെ മതപരമായ സ്വത്വത്തെ കാണുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിരമിച്ച ഇസ്ലാമിക നിയമ പ്രൊഫസറായ ഹെയ്ററ്റിൻ കരാമാനും മുസ്ലിങ്ങൾ പ്രവാചകൻ മുഹമ്മദിനെ ഒരു സംവേദനാത്മക വിഷയമായി കാണുന്നുവെന്ന് അംഗീകരിക്കുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ മുഹമ്മദിനെ ചിത്രീകരിക്കുന്നത് ഒരുതരം വ്യാജ നിർമ്മാണമായോ വഞ്ചനയായോ കണക്കാക്കുന്നു. കാരണം ഒരു ചിത്രത്തിനും യഥാർത്ഥ വ്യക്തിയെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല, അദ്ദേഹം റിപ്പോർട്ടിൽ പറയുന്നു. കാർട്ടൂണുകൾ പ്രകോപനപരമായ ഉദ്ദേശത്തോടെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അത്തരം കാർട്ടൂണുകൾ അച്ചടിക്കുന്ന മാധ്യമങ്ങൾ പലപ്പോഴും അതീവമായ പ്രതികരണം പ്രകോപിപ്പിക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് റസ അസ്ലാൻ വോക്സ് റിപ്പോർട്ടിൽ പറയുന്നു.